ശ്രീ സനീഷ് കുമാർ ജോസഫ്. സർ, ചാലക്കുടി മണ്ഡലത്തിലെ അതിരപ്പള്ളി മേഖലയിലെ ആദിവാസി മേഖലകളിലേക്ക് റേഷൻ വിതരണം ചെയ്യുന്ന ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടെ അരി ലഭിക്കാത്ത സാഹചര്യമാണ്. പലതവണ ശ്രദ്ധയിൽപ്പെടുത്തി 28-ാം തീയതിയൊക്കെയാണ് പലപ്പോഴും അരി അവിടെ എത്തിക്കാവുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ മൊത്തം വിതരണം ചെയ്യുന്ന വാഹനക്കാരൻ അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് പലപ്പോഴും അരി എത്തിക്കുന്നത്. 28-ാം തീയതി വരെയൊക്കെയാണ് പലപ്പോഴും ഇതിന് സമയം നേടുന്നത്. ഇത് മൊത്തത്തിൽ പൊതുജനങ്ങൾക്കും ആദിവാസികൾക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്കും അരി കിട്ടുന്നതിന് വലിയ തടസ്സം നേടുന്നുണ്ട്. സമയബന്ധിതമായി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കൃത്യമായി അവിടെയുള്ള എല്ലാ റേഷൻ കടകളിലേക്കും അരി എത്തിക്കുന്നതിനും കൃത്യമായി അരി എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമോ? മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച ഒരു കാര്യം ശരിയാണ്. ഈ കരാറുകാർ പലപ്പോഴും പല വിധത്തിലുള്ള അസൗകര്യങ്ങൾ പറഞ്ഞ് കാലതാമസം ഉണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കരാർ പുതുക്കുന്ന നടപടികളുടെ ഘട്ടത്തിലാണിപ്പോൾ. അതുകൂടെ പരിഗണിച്ചുകൊണ്ട് തന്നെ കുറച്ച് ശേഷിയുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ പങ്കെടുത്താൽ മാത്രമേ നമുക്ക് 1 മാസമോ 2 മാസമോ കുടിശ്ശിക ഉണ്ടായാൽ അത് തടസ്സമുണ്ടാകാതെ നീക്കാനുള്ള സൗകര്യം ഉണ്ടാകും. അതിനുള്ള ചർച്ച നടത്തുകയാണ്. എന്നാൽ ഇവിടെ ചാലക്കുടി താലൂക്കിലെ വിഷയത്തെ സംബന്ധിച്ച് അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ മാസത്തെ അരി വിതരണത്തിൻ്റെ ദിവസങ്ങൾ ഇന്ന് വരെ 3-ാം തീയതി വരെ നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചത്. ഞാൻ അറിഞ്ഞതും അവിടെ ഈ തടസ്സങ്ങളെല്ലാം തന്നെ ആദ്യഘട്ടത്തിലുണ്ടായെങ്കിലും അത് പല വിധത്തിലാണ്. റേഷൻ വ്യാപാരികളുടെയും അതുപോലെ റേഷൻ വിതരണക്കാരായിട്ടുള്ള കോൺട്രാക്ടർമാരുടെയും പല സമരങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് ഇത്തരം വിഷയങ്ങളിലേക്ക് എത്തിച്ചത്. എന്തായാലും ഉന്നതികളിലടക്കമുള്ള ആദിവാസി മേഖലയിലടക്കം AOI കാർഡുകാരാണെങ്കിലും മുൻഗണനാ കാർഡുകാർക്ക് അതിൻ്റെ പേരിൽ അസൗകര്യമുണ്ടായി. ഭക്ഷ്യധാന്യം നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. 98% ആളുകൾ ഇന്നലെ വരെ അരി വാങ്ങിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്.